ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക്, വളരെ സന്തോഷകരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് സന്തോഷം എന്നല്ലേ? കാത്തിരുന്നൊരു മഴ കിട്ടി നമുക്ക്, വേനൽ മഴ. അയ്യോ, ഇന്നൊരു അസാധ്യമായ ചൂട്. ഇന്നല്ല, കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര ചൂടായിരുന്നു. ഏറ്റവും കൂടുതൽ ചൂട് നമ്മൾ കണ്ണൂർ ജില്ലയിലാണെന്നാണ് പറയുന്നത് കേട്ടത്. സത്യമായിരിക്കും, കാരണം വെച്ചാൽ അതുപോലെ ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഒരു ചോറും കഴിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഒരു ചെറിയൊരു മഴയുടെ ശബ്ദം കേട്ട് ഓടി ഫോണും എടുത്ത് ചാടി പുറത്ത് വന്നു. അപ്പോൾ പക്ഷേ ഞാൻ പ്രതീക്ഷ അത്ര പെയ്തില്ല കേട്ടോ. ചെറുതായിട്ടങ്ങ് പാറി കഴിഞ്ഞ് വളരെ നിരാശയോ പെയ്യൂല എന്നൊക്കെ വെച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നു. ഇങ്ങനത്തായിട്ട് ചെറുതായിട്ട് പാറി. അപ്പോൾ എല്ലാവരും പറഞ്ഞു പെയ്യൂല, അങ്ങനെ ചൂട് കൂടും, അങ്ങനെ പല അഭിപ്രായങ്ങൾ വീട്ടിൽ എല്ലാവരും പറഞ്ഞു. ഞാനും വളരെ നിരാശയോടെ പുറത്തോട്ട് മഴ കൊതിച്ചിരുന്ന് പുറത്തോട്ട് വന്നപ്പോൾ നിരാശയിൽ ഞാനിങ്ങനെ എന്താ പറയുക വന്നു. അപ്പോൾ ഏച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ റോസാ ചെടികളൊക്കെ ഇങ്ങനെ മഴ കിട്ടുമെന്നുള്ള സന്തോഷത്തിൽ അവരും വളരെ സന്തോഷത്തിൽ ഇങ്ങനെ വാടി ഉണങ്ങി കരിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ മഴ കിട്ടുന്നൊരു സന്തോഷത്തിൽ അവർക്കും എല്ലാവർക്കും ഈ വേനൽ മഴ ഭയങ്കര പ്രത്യേകതയല്ലേ. ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു എന്താ പറയുക, എല്ലാവരും സന്തോഷമായി. പക്ഷെ പെയ്തിട്ടില്ല കാര്യമായിട്ട്. ഇപ്പോൾ അതിനെ പേച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഏച്ചി തന്നെ മുടിയൊക്കെ ചീകി കെട്ടിത്തരുന്നുണ്ട്. ഏതായാലും മഴ കാണാൻ പുറത്ത് വന്നിരുന്നല്ലേ. അത് അമ്മമ്മ അപ്പോൾ എനിക്ക് മുടിയൊക്കെ വാരി അവളെ എന്നെ സുന്ദരിയാക്കുന്നുണ്ട്. ഇതെൻ്റെ മുറ്റത്തെ തുളസി തയ്യട്ടാ. തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ. അങ്ങനെ ഞാൻ നിരാശയോടെ റൂമിലോട്ട് പോയപ്പോൾ പിന്നെ വെറുതെ ഇരിക്കുന്ന ആ ഒരു ടെൻഷൻ ആക്കാൻ അകത്തൊരു ബലൂണുണ്ട്. അപ്പോൾ ബലൂൺ എനിക്ക് ഭയങ്കര വീക്കൻസ് ആട്ടോ. കുഞ്ഞുനാളിലേ എവിടെ ബലൂൺ കണ്ടാലും എനിക്ക് അച്ഛൻ ബലൂൺ മേടിച്ചു തരുമായിരുന്നു. അപ്പം ഇപ്പോഴും എവിടെ പോയാലും ഞാൻ ബലൂൺ മേടിക്കും. വിജയേട്ടനോട് ബലൂൺ മേടിപ്പിക്കും. ഞാൻ അവിടെ ഉത്സവത്തിനൊക്കെ പോയാൽ ബലൂൺ എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ ബലൂണൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കളെ വീണ്ടും ഒരു സന്തോഷ വാർത്ത. അടിപൊളി മഴ. നേരത്തെ ഒരുപാട് നിരാശയോടെ വീട്ടിലോട്ട് പോയി മഴ പൊടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കറുപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാ വന്നിരിക്കുന്നു. അടിപൊളി മഴ. നല്ല മഴ കേട്ടോ, ശക്തിയാണ് മഴ. ചൂടൊക്കെ പോയി കറണ്ട് പോയി. കറണ്ട് വന്നു. പെട്ടെന്ന് പെയ്യില്ലാന്ന് വെച്ചിട്ട് കടത്തിന് അത് എടുത്തു വെച്ചില്ല. എങ്ങനെ പെയ്തൊന്ന് പോകുന്നതെന്ന് വിചാരിച്ചത്. എനിക്ക് പ്രതീക്ഷിക്കാതെ നല്ല മഴ കിട്ടും. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ നമ്മളൊന്ന് കൊതിച്ചിരിക്കുന്നു. അപ്പോഴത്തേനും മഴ ഇതാ വേണം. നിരാശപ്പെടേണ്ടാവും, ഞാൻ വന്നതിനോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ഏതൊക്കെ അതിന് ഒരുപാട് സ്ഥലത്ത് മഴ പെയ്യുന്നു. അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പം പൂക്കളുകളൊക്കെ ഇട്ടു, മഴേൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ എല്ലാവരും നമുക്ക് മഴ കിട്ടുമെന്നൊക്കെ പറയുന്നത്. പല സ്ഥലങ്ങളിലും മഴ പെയ്തിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചെറുതായിട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ആരൊക്കെ മഴ പെയ്തു, എവിടേക്ക് മഴ പെയ്തു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സ് എഴുതിയിരുന്നു നിങ്ങൾക്ക് മഴ കിട്ടിയെന്നുള്ളത്. ഈ ഒരു വേനൽച്ചൂടിൽ ഇതുപോലൊരു മഴ കിട്ടുന്ന ഭയങ്കര സന്തോഷം അറിയാം. ചെടികൾക്കും പൂക്കൾക്കും മരങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പമല്ല കൂട്ടി കയറാൻ വേണ്ടി കൂടുന്നില്ല. അതുപോലെ മഴയെ കൊതിച്ചിരിക്കും. അതുപോലെ ചൂടല്ല. ഇപ്പോഴത്തെ അവനെ കൊതിപ്പിച്ചു നമുക്ക് അവന് ചൂട്. അങ്ങനെ അവനൊരു കൂട്ടൊക്കെ ഒരു മഴയൊക്കെ കൊണ്ട് അവൻ മഴ കൊതിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ബൈ.